ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട്, അതായത് കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർന്ന കുടുംബമൊക്കെ ആയെങ്കിലും ഒരു 19 വർഷക്കാലം ഞാൻ സഭയോട് ചേരാതെ എങ്ങും പോകാതെ ഒക്കെ കറങ്ങി നടന്നു. ഒരു നിവർത്തിയില്ല. അവസാനം തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും ഒരു 19 വർഷക്കാലത്തെ ഗ്യാപ്പിന് ശേഷം അങ്ങോട്ട് സാധിച്ചില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെക്കുറിച്ച്, കൃപാസനത്തെക്കുറിച്ച് എൻ്റെ റിലേറ്റീവ്സും മറ്റുള്ളവരും ഒക്കെ ഓരോ വീട്ടിലെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴും അമ്മയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും വരാനുള്ള സാഹചര്യത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 2024 മാതാവിനെ ഞാൻ സ്വപ്നത്തിലൂടെ കാണുന്നതും മാതാവ് എന്നോട് ഇവിടേക്ക് വിളിക്കുന്നതും. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നതും. അന്നും നല്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ മാതാവിനെക്കുറിച്ചുള്ള എൻ്റെ രൂപം ഒരു സുന്ദരിയായ ഒരു സ്ത്രീ. പക്ഷേ ഞാൻ കണ്ടത് ഒരു ഇരുണ്ട നിറത്തിലായിരുന്നു. ആ സാക്ഷ്യത്തിൽ കിടപ്പുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നില്ല. പിന്നീടാണ് അറിയുന്നത് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് സിൽവർ ഗ്രേ കളറിലാണെന്നും. അങ്ങനെ ഞാനിവിടെ വരികയും സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്നിരുന്നാലും അതിനുശേഷം ഞാൻ കൃത്യമായിട്ട് വന്ന് പുതുക്കുകയും പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ നടത്തുകയും എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരുപിടി സാക്ഷ്യങ്ങളുമുണ്ട്. പക്ഷേ നിസ്സാരമെന്ന് കാണുന്നതെല്ലാം പറയാനൊക്കാത്തതുകൊണ്ട് ആവശ്യമായിട്ടുള്ള കാരണം ഒരു സാക്ഷി, ഞാൻ പറയുന്ന സാക്ഷി മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായിരിക്കട്ടെ എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ വരികയും സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഞാനിന്ന് സാക്ഷ്യം പറയാനായിട്ടാണ് വന്നത്. ഉടമ്പടിയിലാണ് സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്. എൻ്റെ പേര് ജോൺസൺ അലക്സാണ്ടർ. ഞാൻ ബാംഗ്ലൂർ അതിരൂപതയുടെ ഫാത്തിമ മാതാ ചർച്ചിൽ നിന്നുള്ളതാണ്, മെമ്പറാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇന്ന് സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ വന്നത്. അങ്ങനെ റിലേറ്റീവ്സ് നിന്നത്. പിന്നെ 19 വർഷക്കാലം ഞാൻ സഭയോട് ചേർന്നില്ല. ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ സഭയിലെങ്ങും പോകാതെയും ആരും പോകാതെ കുടുംബമായിട്ട് ഒന്നും പോകാതെ നടന്ന സമയത്തായിരുന്നു. പക്ഷേ ഞാൻ 24 വന്ന് ഇവിടെ ആദ്യമേ എഴുതിയ സാക്ഷ്യം എൻ്റെ പെറ്റീഷൻ, എൻ്റെ നിയോഗം ഞാൻ എഴുതിയത് സഭയോട് വീണ്ടും കൂട്ടിച്ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്കത് നടത്തിത്തരണമെന്നാണ്. പക്ഷേ അത് 1.5 വർഷത്തിന് ശേഷം ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ എന്നെ പള്ളിയിൽ നിന്ന് വിളിക്കുകയും, അതിനുള്ള സാഹചര്യം കൂടെ പറയാം. ഞാൻ എങ്ങും പോകാതിരുന്ന എൻ്റെ പപ്പയെ മരിച്ച് 31 വർഷത്തിന് മുമ്പ് മരിച്ച പപ്പായെ അടക്കിയിരിക്കുന്നത് ആ ഇടവക പള്ളിയിലായിരുന്നു. ആ പള്ളിയിൽ ഞാൻ എല്ലാ വർഷവും 500 രൂപ കല്ലറ മെയിൻ്റനൻസിന് കൊടുക്കേണ്ടതുകൊണ്ട്, മാസവരി കൊടുക്കേണ്ടതുകൊണ്ട് ഇതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, സഭയിൽ പോകാറില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് എഴുതിയ ആദ്യത്തെ നിയോഗം നടന്നതുമില്ല, രണ്ടാമത്തതും മൂന്നാമത്തതും ഒക്കെ നടക്കുകയും ചെയ്തു. ഈ 1.5 വർഷത്തിന് ശേഷം എന്നെ മേരി എന്ന് പറയുന്ന ഒരു സിസ്റ്ററാണ് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നതും എന്നെ ഇതുപോലെ കല്ലറകൾ പൊളിക്കുകയാണ്, ആളും പേരും ഇല്ലാത്ത വരാത്തതും നോക്കാത്തതുമായ കല്ലറകളെല്ലാം പൊളിച്ച് കളയും, ഇനി അത് നിലനിൽക്കില്ല എന്ന് വിളിച്ചു പറയാം. അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഈ മാതാവിൻ്റെ നാമധേയത്തിൽ തന്നെ ഉള്ള ഒരു മേരി എന്നെ വിളിക്കുകയും അങ്ങനെ ഞാൻ തിരിച്ചു ചെന്ന് അച്ഛനെ കാണുകയും സംസാരിക്കുകയും എൻ്റെ പ്രശ്നങ്ങളെല്ലാം പറയുകയും ചെയ്തു. ഈ 19 വർഷക്കാലത്തിന് ശേഷം പല അച്ഛന്മാരൊക്കെ മാറിപ്പോയല്ലോ, അപ്പം പ്രശ്നങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു. അതോടുകൂടി ഞാൻ വീണ്ടും സഭയിൽ എന്ത് ചെയ്യേണ്ടെന്ന് ആ പഴയ കുടിശ്ശികൾ സഹിതമെല്ലാം കൊടുത്ത് വീണ്ടും ഞാൻ സഭയോട് ചേരുകയും എൻ്റെ കല്ലറ പുതുക്കി പണിയാൻ, കാരണം എന്ന് പറഞ്ഞാൽ 31 വർഷമായ കല്ലറ മണ്ണിനടിയിൽ പോയി. കാരണം അടുത്തൊക്കെ അന്ന് അടക്കിയപ്പോൾ ആളില്ലായിരുന്നു, പിന്നെ അടക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും പോയി. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ഒരു 2-3 മാസത്തിന് മുമ്പ് 1 ലക്ഷം രൂപ മുടക്കി ഞാൻ വീണ്ടും ആ കല്ലറ പുതുക്കി പണിയുകയൊക്കെ ചെയ്ത്, അങ്ങനെ അതോടുകൂടി എൻ്റെ ജീവിതത്തിലെ 19 വർഷം നടക്കാത്ത ഒരു വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് അതിനുശേഷമാണ് അങ്ങനെ ഓരോ ജീവിതത്തിലും മാതാവ് എൻ്റെ കൂടെ നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം ഓരോ സംഭവങ്ങളും നടക്കുന്നതിന് മുമ്പ് ഞാൻ സാക്ഷ്യം പറയും, മാതാവേ എനിക്ക് ഇന്ന ഡേറ്റ്, എനിക്ക് ഇന്ന ദിവസം, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് സംഭവിക്കണം എൻ്റെ ജീവിതത്തിൽ എന്ന് ഞാൻ മാതാവിനോട് പറയും. അതിനൊരു സാക്ഷി എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു അസിസ്റ്റൻ്റ് ഒരു പയ്യനെ തന്നിട്ടുണ്ട്. ആ പയ്യനെ എൻ്റെ കൂടെ ഞാൻ എപ്പോഴും പറയും, എൻ്റെ മാതാവ് ഒരു ഉദാഹരണം, ഒരു ജീവിതത്തിൽ നടന്ന ഒരു സംഭവം, എനിക്കൊരു ചെറിയ കാറുണ്ടായിരുന്നു, ഒരു ഈക്കോ. അപ്പം
ഒരു ഈക്കോ കാറ്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ നാട്ടിലൊന്നും വരാനൊക്കത്തില്ല. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചു, അടുത്ത പ്രാവശ്യം ഞാൻ കൃപാസനത്തിൽ വരുമ്പം എനിക്ക് നാട്ടിൽ പോകത്തക്കൊണ്ടുള്ള ഒരു നല്ല കാറ് വേണം, കാരണം ഈ ഈക്കോയിലുള്ള ഫെസിലിറ്റി ഒന്നും പറ്റത്തില്ല, മാതാവ് അത് നടത്തിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം കയ്യിൽ പൈസയില്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുടുംബമാണ്, ഒരുപാട് കടബാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഞാനിത് ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പഴയത് കൊണ്ടുപോയി വിൽക്കാം. പഴയത് കൊണ്ടുപോയി വിൽക്കാൻ ചെന്നപ്പോൾ എല്ലാവരും, ഒരു വ്യക്തി പോലും 4.25 ലക്ഷം രൂപയിൽ കൂടുതൽ പറയുന്നില്ല, കാരണം അധികം പഴക്കമില്ലാത്തതുകൊണ്ട് അത്രയും പറയുന്നുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ കയ്യിൽ ബാക്കി പൈസയില്ല. അപ്പം മിനിമം, അപ്പം ഞാൻ മാതാവിനോട് ഞാൻ ചോദിക്കുന്നു, മാതാവേ, ഈ അമ്മയുടെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് 5 ലക്ഷം രൂപ തരും ഈ വാഹനത്തിന്. അതല്ല അമ്മയുടെ ഇഷ്ടമല്ലെങ്കിൽ 4,99,999 രൂപ തന്നാലും അമ്മയുടെ ഇഷ്ടം ഈ വാഹനം കൊണ്ട് നടക്കുക എന്നുള്ളതാണ് എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അവസാനം ഈ 4.25 ലക്ഷം രൂപ പറഞ്ഞ വ്യക്തി തന്നെ വാഹനം നല്ലതായതുകൊണ്ട് തിരിച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ 5,05,000 രൂപ തരാം ഈ വാഹനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 5,05,000. അപ്പം ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ മാതാവിൻ്റെ തീരുമാനം അങ്ങനെ ആയിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ആ വാഹനം കൊടുത്തിട്ട് വീണ്ടും പോയി ഒരു പുതിയ വാഹനം, ഒരു കാർ വാങ്ങി. ഞാൻ ആ കാറ് അതിന് കിട്ടിയ, ഞാൻ നമ്പറൊന്നും ചോദിച്ചു വാങ്ങത്തില്ല, പക്ഷേ എനിക്ക് വന്നപ്പോഴത്തേക്കിന് അതിൻ്റെ നമ്പർ വന്നു 5987. അപ്പം 7ാം നമ്പർ അവസാനത്തെ സംഖ്യ എന്ന് അപ്പോഴും മനസ്സിൽ തോന്നി, മാതാവേ, ഡിസംബർ 7-ാം തീയതി മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഈ ദിവസത്തിൻ്റെ ആ സംഖ്യ തന്നെ എൻ്റെ കാറിന് തന്നല്ലോ എന്നുള്ളത്. ആ കാറും കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് വളരെ നന്ദിയും പറഞ്ഞിട്ടാണ് പിന്നീടാണ് ഞാൻ ആ വാഹനം ഉപയോഗിക്കുന്നതും. അതിനുശേഷം നാട്ടിലേക്ക് ഒരു മരണത്തിനൊക്കെ വരുമ്പോഴൊക്കെ അത് വന്നു. പക്ഷെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇതുവഴി തന്നെ പോകും വരും. ഇവിടെ കയറിയിട്ട് ഞാൻ എങ്ങോട്ടും യാത്ര ചെയ്യത്തുള്ളൂ. പിന്നെ ഒരുപാട് കടബാധ്യതകളുണ്ട്, കാരണം സാമ്പത്തികമായി പുറകോട്ട് നിൽക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു എൻ്റെത്. എന്നിട്ടും ബാംഗ്ലൂരിൽ താമസിക്കുന്നതുകൊണ്ട് സ്വന്തമായൊരു ഭവനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഒരു ഭവനം കടം വാങ്ങിയാണെങ്കിലും എല്ലാം കടബാധ്യതയോടുകൂടി നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കടബാധ്യതകൾ ഒരുപാടായി എന്നുള്ള തോന്നൽ വന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, എന്തെങ്കിലും പോംവഴി കണ്ടു തരണം, ഇതിന് മാതാവ് എന്തെങ്കിലും ഒരു വഴി കാണാം. അപ്പോഴാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു എംപ്ലോയീസ് ESAP എന്നും പറഞ്ഞിട്ട്, MNC കമ്പനികളിലെല്ലാം വർക്ക് ചെയ്യുന്നവർക്കറിയാം, ESAP എന്ന് പറഞ്ഞ ഒരു ഷെയർ എംപ്ലോയീസിന് കൊടുക്കണമെന്നുള്ള നിയമപ്രകാരം എനിക്ക് കുറച്ച് ഷെയർ കമ്പനിയിൽ നിന്ന് കിട്ടാനിടയായി. ആ ഷെയർ നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, വെച്ചിരിക്കാം, വില കൂടുമ്പോൾ വയ്ക്കാം, അല്ലെങ്കിൽ കുറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അത് ചെയ്യാം. അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് ലെറ്റർ നമുക്ക് തന്നു. അപ്പം കിട്ടിയതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ വിചാരിച്ചു, ഈ ഷെയർ ഞാൻ കൊടുത്തിട്ട് ഈ കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ എത്ര കടം വീട്ടാൻ ഒക്കുമോ അത്ര കടം വീട്ടാം. അപ്പം ഞങ്ങളുടെ കൂടെ പലർക്കും ഈ ഷെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലർ പറഞ്ഞു, അന്ന് ഞാൻ വിൽക്കുന്ന സമയത്ത് 950 രൂപയാണ്. അപ്പോൾ പലരും പറഞ്ഞു 1000 രൂപയ്ക്ക് മേളിൽ പോട്ടെ, 1200 വരട്ടെ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അന്ന് വിറ്റു. എനിക്ക് അന്ന് വിൽക്കുന്ന സമയത്ത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു, എനിക്ക് 2 ലോൺ മെയിനായിട്ട് തീർക്കണമെങ്കിൽ 11.25 ലക്ഷം രൂപ വേണം. അപ്പോൾ 11.25 ലക്ഷം രൂപ വേണം. അപ്പോൾ ഞാൻ മാതാവിനോട് അവിടെ ഇരുന്നുകൊണ്ട്, അപ്പോൾ എൻ്റെ കൂടെ ഒരു പയ്യനുണ്ട്, അസിസ്റ്റൻറ്റ് പയ്യൻ, അവനോട് ഞാൻ പറയാം, എനിക്ക് 11.25 ലക്ഷം രൂപ തരണം മാതാവ്, 12 ലക്ഷം തികച്ച് തരണം. അപ്പോൾ 11.25 ലക്ഷം രൂപ ഞാൻ എൻ്റെ 2 ലോൺ തീർക്കുകയും ചെയ്യും. 25,000 രൂപ ബാലൻസ് ഉള്ളത് ഞാൻ കൊണ്ടുവന്ന് കൃപാസനത്തിൽ ചാരിറ്റിക്ക് വേണ്ടി ഞാൻ ഇവിടെ കൊടുക്കുമെന്നും പറഞ്ഞു. അങ്ങനെ 2025 തന്നെ എനിക്ക് കിട്ടിയത് 13 ലക്ഷം രൂപ കിട്ടി, 1.25 ലക്ഷം രൂപ. പക്ഷേ പറഞ്ഞ ബാക്കി പൈസ ഞാനിവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്ത് റെസിപ്റ്റ് എൻ്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു വലിയ, എന്നാലും കടം തീർന്നില്ല, എന്നാലും മാതാവ് മാധ്യസ്ഥം വഹിച്ച് നൽകി തന്ന വലിയ അനുഗ്രഹത്തെ ഞാൻ ഏറ്റുപറയുന്നു. അങ്ങനെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ പൊതുവേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ വരുന്ന സമയത്തൊക്കെ വർഷത്തിൽ ഔട്ട്സൈഡ് കേരള ആകുമ്പോൾ 1 വർഷത്തിലൊരിക്കലാണ്, പക്ഷേ ഞാൻ 1 വർഷം നോക്കാറില്ല. തോന്നുമ്പോഴൊക്കെ ഇങ്ങ് പോരും. എനിക്ക് ഇന്നലെ സാക്ഷ്യം പറയണമെന്ന് 2-3 ദിവസം മുമ്പ് തോന്നി, ഞാൻ കയറി ഇങ്ങ് പോരുന്നു. ഇങ്ങനെയാണ് ഞാൻ ഇവിടെ വരും. തമിഴ് കന്നഡ പത്രമാണ് ഞാൻ കൂടുതലായിട്ട് വാങ്ങുന്നതും
ഇത് ഞാൻ അവിടെ കൊടുക്കുന്നതും. അതിൽ നിന്ന് ഞാൻ ജോലിക്ക് പോകുന്ന ഔട്ട് സ്റ്റേഷനുകളുണ്ട്. KGF ബാംഗ്ലൂരിൽ താമസിക്കുന്നെങ്കിലും കോലാറിലൊക്കെ പോകാറുണ്ട്. അവിടെ പൊതുവെ തമിഴൻസാണ് കൂടുതൽ. അപ്പോൾ അവിടെ കൊടുക്കാനായിട്ട് ഞാൻ കൂടുതലും തമിഴ് പത്രമാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത് പ്രേക്ഷിതരാണ്. കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആദ്യമേ കൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ദിവസം പോലും പ്രാർത്ഥന മുടക്കുന്ന ശീലം ഇപ്പോഴില്ല. എവിടെ ഈ ഉടമ്പടിയിൽ ആയതിനു ശേഷം, അതിനു മുമ്പ് കുടുംബ പ്രാർത്ഥന ഇതൊന്നും ഇല്ലാതിരുന്ന കുടുംബത്തിൽ, പക്ഷേ ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഈ ജീവിത അനുഭവത്തിൽ ഇവിടെ പറയാൻ പറ്റാതെ, അതായത് ചെറിയ ആവശ്യങ്ങൾക്ക് പോലും മാതാവിനോട് കൂട്ടുപിടിച്ച് ഞാൻ എൻ്റെ അസിസ്റ്റൻ്റ് അവിനാഷ് എന്ന് പറയുന്ന ഒരു പയ്യനോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അവന് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് അല്ല, അവൻ വേറെ സമുദായക്കാരനാണ്. അപ്പം ഈ എൻ്റെ നിസ്സാരമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഞാനിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നത് കൊണ്ട് അവനൊരാഗ്രഹം വന്നു, ഞാനും വരും അടുത്ത പ്രാവശ്യം ഇതുപോലെ കൃപാസനത്തിൽ പോകുമ്പോൾ. അപ്പം ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് പറ്റുമോ, ഉടമ്പടി എടുക്കാൻ ഒക്കുമോ, നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ, കാരണം മാതാവിനെ വിശ്വസിക്കുന്നവരല്ല, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട്, ഇല്ല ഞാൻ വരിക, ഞാൻ എൻ്റെ അപ്പനും അമ്മയോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരികയാണെന്നും പറഞ്ഞ് അവനോട് വന്നു. കഴിഞ്ഞ മെയ് മാസം 30 ഇവിടെ വന്നു. അവൻ എന്നോടൊപ്പം ഉടമ്പടി എടുത്ത് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹം കൂടെ ഞാൻ പറയാം. ഞാൻ അതിനൊരു സാക്ഷിയും കൂടെയാണ്, കാരണം ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചവനും കൂടെയാണ്. കാരണം ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവൻ പിന്നീട് വരും, ഒക്ടോബർ നവംബറിലാണ് വരുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ അവനെ കൊണ്ടുവന്ന് അവൻ വന്ന് ഉടമ്പടി എടുത്തു. അവന് സ്വന്തമായിട്ടൊരു വീടില്ല, വാടക വീട്ടിലാണ്. അവൻ മാത്രമല്ല, അവൻ്റെ ഫാമിലി വന്നിട്ട് അവൻ്റെ അപ്പൻ മുതലേ ഇങ്ങനെ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. പക്ഷേ ഇവിടുന്ന് പോയി 40-ാം ദിവസം ലോണും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒരു 30 ലക്ഷം രൂപ അല്ലാതെ റിലേറ്റീവ്സ് എല്ലാം സഹായിച്ച് 1 കോടി രൂപയുടെ ഒരു വീട് അവനവിടെ സ്വന്തമായിട്ട് വാങ്ങാനിട നൽകി. അത് എൻ്റെ ജീവിതത്തിൽ അവനെക്കാട്ടിൽ കൂടുതൽ ഞാൻ സന്തോഷിക്കുന്ന, എനിക്കതുകൊണ്ട് പ്രയോജനമൊന്നുള്ളതല്ല, ഞാൻ എൻ്റെ കൂടെ എൻ്റെ നന്മകളെ കണ്ട് എൻ്റെ കൂടെ വന്ന്, എൻ്റെ മാതാവ് എനിക്ക് നടത്തിത്തരുന്ന നന്മകളെ അറിഞ്ഞ് അവൻ എന്നോട് ചോദിച്ച് എൻ്റെ കൂടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി. മാസങ്ങൾ കഴിഞ്ഞില്ല, 3 മാസം ആയിട്ടില്ല, 90 ദിവസം പോലും ആയിട്ടില്ല. മെയ് 30 ഇവിടെ വന്നത്. 40 ദിവസം ഇപ്പോൾ കഴിഞ്ഞിട്ട്, ഇപ്പോൾ 10-15 ദിവസം കഴിഞ്ഞു. റെഡി കെട്ടി കൺസ്ട്രക്ഷൻ ചെയ്ത് വിൽക്കുന്നവരുടെ അടുത്തുനിന്ന് 1 കോടി രൂപയ്ക്ക് ഒരു വീട് വാങ്ങി അവർ ഗൃഹപ്രവേശമൊക്കെ കഴിഞ്ഞു. അവർ വന്ന് സാക്ഷ്യം പറഞ്ഞോളും. പക്ഷേ എനിക്ക് മാതാവിനോട് വളരെ നന്ദി. നാളെ ദിവസം, ഇനി അടുത്തൊരു ദിവസം എൻ്റെ കൂടെ ആര് വന്നാലും അവരുടെയും ആവശ്യങ്ങളെ എൻ്റെ മാതാവ് യേശുവിൻ്റെ നാമത്തിൽ നടത്തിത്തരും എന്ന് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ ഇനി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുണ്ട്, പക്ഷേ അത്രയും നീട്ടുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഇനിയും എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടുന്ന ഒരുപാട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്ന എല്ലാ മാസവും ഞാൻ 50 പേർക്ക് ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സാമ്പത്തിക അനുസരിച്ചുള്ള ഫുഡാണ്, ലക്ഷറി റിച്ച് ഫുഡൊന്നുമല്ല. എന്നാലും ഒരു 100 രൂപയുടെ ഒരു മീൽ എന്നുള്ള കണക്കിൽ അതിനുള്ളിൽ ഓരോ സ്ഥലത്തും. കാരണം ഞാൻ കാരുണ്യ പ്രവൃത്തിയിൽ ഫുഡ് തന്നെയെന്ന് സെലക്ട് ചെയ്ത കാരണം, കാരുണ്യം ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പലതും ഞാൻ ചെയ്തു നോക്കിയപ്പോഴും ഓരോ കുഞ്ഞുങ്ങളുടെ അടുത്ത് ആഹാരം കൊണ്ട് ചെല്ലുന്ന ഉടനെ അവരുടെ ആഹാരത്തിന് വേണ്ടിയുള്ള കണ്ണുനീര്, ആ വിളിയും കേൾക്കുമ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചു, കാരുണ്യപ്രവൃത്തിയിൽ ഏറ്റവും വലുത് ആഹാരം കൊടുക്കാമെന്ന്. എല്ലാ മാസവും മുടങ്ങാതെ 50 പേർക്ക് ഞാൻ ആഹാരം എൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്നത്. മാതാവിൻ്റെ പേരിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഞാൻ ഓരോ ആശ്രമങ്ങൾ തേടും. പിന്നെ കഴിഞ്ഞ മാസം KGF-ൽ നമ്മുടെ ഒരു ചാപ്പലുണ്ട്, മാതാവിൻ്റെ ഒരു കുരിശടിയും ഒരു ചാപ്പൽ പോലെയാണ്. വളരെ സ്ലം ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ്. അപ്പോൾ അവിടെ പോയി ആഹാരം കൊടുത്തു. ഇങ്ങനെ ഓരോ തേടി പിടിച്ചാണ് പോകുന്നത്. എവിടെ പാവങ്ങളുണ്ടോ അവിടെ പോയി, പാവങ്ങൾക്കല്ലാതെ കൊടുത്തിട്ട് എന്ത് കാര്യം, ആവശ്യക്കാരന് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ആത്മീയമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഈ 19 വർഷത്തിന് ശേഷം നടന്നിട്ട് കുറച്ച് നാളായെങ്കിലും 1.5 വർഷം കഴിഞ്ഞിട്ടാണ് എല്ലാം നടന്നതെങ്കിലും അതിനുശേഷം കുമ്പസാരം, കുർബാന തുടങ്ങിയ സഭയിലെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂടി വരുന്നുണ്ട്. പിന്നെ സന്തോഷകരമായി ഈ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബജീവിതത്തിലെ സമാധാനം, സന്തോഷം ഇതെല്ലാം
നല്ല രീതിയിൽ ഉയർന്നു വരുന്നതായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സാക്ഷ്യങ്ങളാണിത്. അത് എൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ജീവിതത്തിൽ അനുഭവിക്കാത്ത കഷ്ടപ്പാടുകളെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം അനുഭവിച്ചെങ്കിലും ഇതെല്ലാം നന്മയ്ക്കായി എൻ്റെ മാതാവ് എനിക്ക് മാറ്റിത്തന്നു. എൻ്റെ ജീവിതത്തിൽ ഇനിയും വലിയ വലിയ അത്ഭുതങ്ങൾ നടത്തുമെന്ന് ഇന്ന് ഞാൻ ഈ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് പോകുന്നു. വീണ്ടും ഞാൻ സാക്ഷിയായി വരും. കാരണം ഇത് എൻ്റെ മാത്രമല്ല, ലോകം മുഴുവൻ. എൻ്റെ പഴയ സാക്ഷ്യം യൂട്യൂബിലുണ്ട്. ഇത് എൻ്റെ ക്രെഡിറ്റ് അല്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നത്. ഞാൻ ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല. എൻ്റെ മാതാവ് എന്നെ നടത്തുന്നു. ഞാൻ ചോദിക്കുന്നത് എന്തും, കാരണം മാതാവിൻ്റെ കൂടെ പിന്നെ ഈശോ പറയുന്നത് പോലെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് മാതാവ്. ഈശോ പറയുന്നത് പോലെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന നേർച്ച വസ്തുക്കൾ, ഉപ്പ്, എണ്ണ, ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത്. എന്നും രാവിലെ ഒരു നുള്ളു ഉപ്പെടുത്ത് ഞാൻ കഴിക്കുന്നത് മറ്റൊന്നുമല്ല. ഞാൻ ഇന്ന് രാവിലെ ജോലിക്ക് പോകുന്നു. എൻ്റെ വായിൽ നിന്ന് അശുദ്ധിയായതൊന്നും ദൈവമേ വരരുതേ എന്നുള്ളതുകൊണ്ട് ഉപ്പ് കഴിക്കും. രണ്ടാമത് എണ്ണ, ഇവിടുന്ന് തന്നിരിക്കുന്ന എണ്ണ, ആ തൈലം ഞാൻ എൻ്റെ കണ്ണുകൾ, കാതുകൾ, നാക്കിൽ, എൻ്റെ തൊണ്ടയിലേക്ക്, കാരണം എന്നിൽ നിന്ന് വരുന്ന ശബ്ദം മറ്റുള്ളവർക്ക് നല്ലതായിരിക്കണം, ഞാൻ കേൾക്കുന്ന കേൾവി നല്ല കാര്യങ്ങൾ കേൾക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ആ തൈലവും ഉപ്പും നിത്യം ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. അത് വെച്ച് പ്രാർത്ഥിച്ച പല കാര്യങ്ങളും വീടുകളിൽ നടക്കുന്നുണ്ട്. കാരണം സുഖമില്ലാതെ വരുമ്പോഴേ കുഞ്ഞിന് ചെറിയ വലിയ സാക്ഷ്യം പറഞ്ഞ വലിയ മാരക രോഗമൊന്നും അല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ചെറിയൊരു പനി വന്നാലും കുഞ്ഞിൻ്റെ തലയിൽ ഒരു കുരിശ് വരച്ചൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സൗഖ്യം സിദ്ധിയാണ്, അത്ഭുതമാണത്. കാരണം അതുകൂടെ ബൈബിൾ വായന ഒരു ദിവസം പോലും മുടക്കാറില്ല. ഇത് ഉടമ്പടിക്ക് ശേഷം, അതിനു മുമ്പില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം പോലും ബൈബിൾ വായന മുടക്കിയിട്ടില്ല. പിന്നെ ഡെയിലി ബ്രെഡ്, ചൊവ്വാഴ്ചകളിലെ ഉപവാസ പ്രാർത്ഥന, അത് ചൊവ്വാഴ്ച കാണാൻ പറ്റുമെന്ന് എനിക്ക് ഇല്ല. കാരണം കുറേശ്ശെയൊക്കെ മാറ്റി കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. കാരണം ജോലിയുടെ സാഹചര്യത്തിൽ ലൈവായിട്ട് കാണാനുള്ള സാഹചര്യം ഇതുകൊണ്ട് ആ ആഴ്ചയിൽ ക്ലിയർ ആക്കത്തേ ഉള്ളൂ. അങ്ങനെ പക്ഷേ രാവിലത്തെയും വൈകിട്ടത്തെയും 5:30 തുടങ്ങുന്ന ഇത് ഡെയിലി ബ്രെഡ് ഞാൻ കേൾക്കും. 5:30 മുമ്പ്, 6 മണിക്ക് മുമ്പ് എൻ്റെ പ്രാർത്ഥന ഇവിടെ നിന്നുള്ള ഇൻസ്ട്രക്ഷനാണ്. 6 മണിക്ക് മുമ്പ് എൻ്റെ പ്രാർത്ഥന. ഞാൻ എന്ത് സുഖമില്ലെന്ന് പറഞ്ഞാലും, അസുഖം എത്ര തണുപ്പെന്ന് പറഞ്ഞാലും, ഞാൻ 5:30 മണിക്ക് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കും. അത് എൻ്റെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റങ്ങൾ, അതായത് ഫിസിക്കൽ മാറ്റങ്ങൾ, ശാരീരികമായിട്ടുള്ള എല്ലാ രീതിയിലും മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മാതാവിന് നന്ദി പറയുന്നു. വീണ്ടും എൻ്റെ മാതാവിന് സാക്ഷിയായി ഞാനിവിടെ വരും. അതുപോലെ എന്നെ നടത്തും. എൻ്റെ ജീവിതവും, എൻ്റെ കുടുംബജീവിതവും, എൻ്റെ ഭവനവും, എൻ്റെ സാമ്പത്തികവും എല്ലാം വീണ്ടും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഇന്ന് ഞാൻ, കാരണം പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ പലതും നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോവുകയാണ്.